ഈ പൊട്ടൻ ഞങ്ങളടുത്ത് പറഞ്ഞ് എഗ് റൈസ് ഉണ്ടാക്കി തരുന്നത്. ഞാൻ പിന്നെ വന്നു. ഞങ്ങളിന്ന് ഫുഡ് ഉണ്ടാക്കാൻ പോവാണ് ഓഫീസില്. എന്താ ചോദിച്ചു കഴിഞ്ഞാല് കറണ്ട് ഉണ്ടെങ്കിൽ സാറ്റർഡേ ആയതുകൊണ്ടല്ല, നമ്മൾ വിചാരിച്ചു വെറുതെ ഇന്ന് എന്താ പറയാ ഫുഡ് ഉണ്ടാക്കാന്ന്. ഉച്ചയ്ക്ക് നമ്മളൊരു ഷൂട്ടിന്റെ ആവശ്യത്തിന് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ബാക്കി വന്നുകൊണ്ട് നമ്മളിന്ന് എന്തുണ്ടാക്കാന്ന് വിചാരിച്ച് എഗ് റൈസ് ചോറെടുക്കാൻ പോവാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ചോറെടുക്കാൻ പോവുകയായിരുന്നു. ഋതുവിന്റെ PG ഇവിടെ അടുത്തായതുകൊണ്ട് നമ്മള് അവളുടെ PG പോയിട്ട് ഓസിക്ക് ഫുഡ് എടുക്കാൻ വേണ്ടി പോവാണ്. വലിയ 2 പാത്രത്തില് ചോറെടുക്കാണ്. ഋതു ചോറെടുക്കുന്നു, ഇടുന്നു മെല്ലെ മെല്ലെ മെല്ലെ. ഋതുവിന്റെ കടലക്ഷം നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അടുത്ത പാത്രത്തിൽ അവള് കാണാണ്ട് അപ്പുറത്ത് ഓണർ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അയാൾ കാണാണ്ട് മറ്റേ പ്ലേറ്റിൽ അവള് ഇതാണ് അയാൾ കാണാണ്ട്. ഇവിടെ ഇതില് അങ്ങോട്ട് വാരി ഇട്ടങ്ങോട്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ഒന്നോട്ട് കഴിച്ചു. എൻ്റെ മുഖം ഡ്രൈ ആയിട്ട് മുഖം ഫുൾ ഡീഹൈഡ്രേഷനായിട്ട് ഭയങ്കര ഡ്രൈ ആണോ സ്കിന്ന് മൊത്തം. ശരിയാക്കണം. ഇത് നമ്മൾ ഋതുവിനെ കൂട്ടാണ്ട് പോയി. അങ്ങനെ നമ്മൾ കൂട്ടാനും വെച്ചു, ചോറും വെച്ചു. ചോറാ. അയ്യോ. അപ്പൊ ഞാൻ എൻ്റെ ഡ്രൈ സ്കിന്നെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡ്രൈ സ്കിന്നെ കുറിച്ചിട്ട് പറ. എൻ്റെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് ഇപ്പൊ ഫുള്ള് ഇപ്പുറത്ത് വഴുതി പോയില്ലേ ഡ്രൈ സ്കിന്നും പറഞ്ഞു ഫോണും പിടിച്ചിട്ട് അങ്ങോട്ട് നടക്കുക. അതെ, ചപ്പളച്ചൊന്നും കൂടി ഉണ്ടാക്കോണ്ട് അങ്ങട്. Okay, tell me. We're boiling eggs and we have cucumber, chopped cucumber with sprouts, carrot and little bit of chana. I don't know what we call this. Okay. Mate. Unboxing. We got some fryams. കുരുമുളക് പൊടി, തൈര് എനിക്ക് കുറെ വേണം, കറി, ഗീ. 5 സ്റ്റാർ എവിടുന്നാ? ഓ ഞാൻ പക്ഷെ കഴിക്കില്ല 5 സ്റ്റാർ. ഗൈസ്, ഐ ആം ഷുഗർ ഡയറ്റ് നോ. ഹായ് രമ്യ. ആ ലിറ്റിൽ. ഓ വൈഷ്ണവിന്റെ കട്ടിങ് ധീരമായി കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വൈഷ്ണവ്. ബിരിയാണി കട്ടാ. അവിടെ ഒരു രോഗി വരുന്നുണ്ട്. This is പാർവതി. പാർവതി മുടി അയച്ചിട്ട് ഒന്നും കൂടെ നമുക്ക് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. കൊള്ളാം, സുന്ദരി തന്നെ. രമ്യന്റെ സേമിയ ഉപ്മാവ്. വെച്ചോ വായോ. Sugar. Okay. We got pepper here. എനിക്കൊന്നും എടുത്തു തരോ? മല്ലിപ്പൊടി അല്ല, മല്ലിയിലയും മറ്റേ സാധനം മറന്നു. നമുക്ക് ഇംഗ്ലീഷിൽ മൊഴിയാൻ പറ്റില്ലേ? Coriander leaves and green chilies. We forgot coriander. Go. It's cooked now. We need fresh food. egg rice
എഗ് റൈസ് ഒന്നും ഉണ്ടാക്കുന്നില്ല. പിന്നെ അപ്പൊ എഗ് റൈസ് അല്ലേ? പിന്നെ എന്തിനാ റൈസ് കൊണ്ടുവന്നത് ഇത്രക്ക്? സത്യം നീ എഗ് റൈസ് ഈ പൊട്ടൻ ഞങ്ങളടുത്ത് പറഞ്ഞ് എഗ് റൈസ് ഉണ്ടാക്കി തരുന്ന്. എന്നിട്ടാണ് നമ്മൾ പോയിട്ട് ഒരു അണ്ടാവ് മൊത്തം ചോറ് എടുത്തോണ്ട് വന്നത്. വുമൻസ് ഇൻ 2026. ഓ വൈഷ്ണവ് ആനുകൂലിക ഇവൻ പറഞ്ഞു നമ്മളടുത്ത് എഗ് റൈസ് ഉണ്ടാക്കി തരും സോറി എഗ് റൈസ് ഉണ്ടാക്കി തരും പറഞ്ഞു. എന്നിട്ടാണ് നമ്മൾ കഷ്ടപ്പെട്ട് പോയിട്ട് ഒരു അണ്ടാവ് മൊത്തം ചോറ് കൊടുത്തിട്ട് വന്നത്. ആ ചോറ് നിങ്ങൾ കാണ് നോക്ക്, ഇത്രയും ചോറും സാധനങ്ങളും ഇട്ടുകൊണ്ട് വന്നിട്ട് ഇപ്പൊ പറയാ ചോറില്ല, വെറും ഈ ഇതുള്ളൂന്ന്. അതിന്റെ സാലഡ് ഉളുപ്പില്ലാത്തവനെ. ഒരു ഐഡിയ ഞാൻ പറയട്ടെ, പറ ഐഡിയ പറ. ഈ മുട്ടച്ചോറ് ഉണ്ടാക്കില്ലേ, കുരുമുളകും ഈ മുട്ട ഒന്ന് തോല് വിളിക്കാം. മുട്ട തോല് പൊളിക്കാനൊക്കെ ഭയങ്കര തവയുണ്ട്. എന്തൊക്കെ സാധനം വേണം? സോയാ സോസ്, മുളക് പൊടി, എന്തൊക്കെ സാധനങ്ങൾ പൊടികൾ വേണം. ഇവിടെ വിചാരം മുട്ട പൊട്ടിച്ച് ചോറിലിട്ട് ഞാനത് വിചാരിച്ചിട്ട് ഞാൻ അന്ന് ഉണ്ടാക്കിയില്ലേ. അതാ പറഞ്ഞ നിനക്ക് എനിക്ക് കുക്ക് അറിയില്ല. ഞാൻ പറഞ്ഞ എനിക്ക് കുക്ക് അറിയില്ല. കണ്ണൊക്കെ വെള്ളം വന്നടാ. അതില് 2 മുട്ട പെട്ടെന്ന് സാധനം വില വരുന്നുണ്ട് പറയട്ടെ. പറ. എന്താ ബിരിയാണി ഒറ്റയ്ക്ക് ഉണ്ടാക്കിയ? കയ്യൊക്കെ കഴിക്കണോ വിഷ്ണു? സാഹചര്യത്തിന് സംഭവം മൂലം നമ്മള് തിളപ്പിച്ചറിയ ലിറ്റിൽ ബിറ്റ് ഓഫ് ഗീ ഒഴിക്കാം അങ്ങോട്ട്. ഉപ്പിട്ടോ? ഇതൊന്നും അങ്ങനെ കഴിയോ? പട്ടിഷോ അഗെയിൻ. ചില്ലറ പട്ടിഷോ ഒന്നല്ല, വൈഷ്ണവിന്റെ പട്ടിഷോ. അത് ആഡ് ചെയ്യില്ല. ആ മുട്ട അങ്ങനെ ആ പ്ലേറ്റിൽ വെച്ചാ വേറെ ഉണ്ടാക്കി തരുന്ന സാധനം. സാല പാർവതി അവിടെ വെച്ചോ. ഇതെന്ത് സാധനം? നമ്മൾ ഹെൽത്തി സാലഡാണ് ഉദ്ദേശിക്കുന്നത്. സത്യം ഇതാണ് കർമുറു സാലഡ്. വീട് പോലെ ഉണ്ട്. ഇത്രയും സാധനങ്ങൾ ഇനി എന്ത് ചെയ്യും വല്ലയ്യ? കുറച്ചുകൂടെ ഉപ്പിട്ടോ? ഇതിന് ആവശ്യമായിട്ട് ഓരോരുത്തരനുസരിച്ച് ഉപ്പിട്ടാൽ മതി. ഇനി നമുക്ക് നെക്സ്റ്റ് ഡിഷിലേക്ക് കടക്കാം. എഗ് ഫ്രൈ. എഗ് എടുക്കുന്നു, തിളച്ച ഗീയിലേക്ക് ഇടുന്നു. എഗ് എടുക്കുന്നു, ഇടുന്നു, അങ്ങോട്ട് ഇട്ടാ അങ്ങോട്ട്. മുളക് പൊടിയൊന്നും ഇടണ്ട. നമുക്ക് ആ സ്പ്രൗട്ടൊക്കെ ഒന്ന് വേഗമായിരുന്നു. വേണ്ട വെച്ച് കഴിഞ്ഞാൽ പിന്നെ സാലഡ് ആവില്ലല്ലോ, അറിയായില്ല. കുറച്ച് ഉള്ളി ബാക്കിയുണ്ട്, അപ്പോൾ നമ്മൾ അതും കൂടി വരും. രേഷ്മന്റെ കണ്ടന്റ് വൈഷ്ണവാണ്. യെസ്, നീയും ഋതു വരുന്ന വഴി ഫുൾ ഋതു ആയിരുന്നു കണ്ടന്റ്. ഫാസിലും കൂടി വേണമായിരുന്നു. ഫാസിൽ, ഈ മൊമെന്റിൽ നിന്നെ ഞങ്ങൾ സ്മരിക്കുന്നു. രാവിലെ ഫുഡ് നമ്മൾ എടുത്തത് എഗ് റൈസ് വെച്ച് വിചാരിച്ചിട്ടാ. ഇതൊക്കെ ആര് തിന്നും? നീ തിന്നായി. ചോറ് വേണ്ട, ഞങ്ങൾക്ക് ചോറിക്ക് കുറച്ച് മതി ചോറ്. നീ എടുത്തോ എല്ലാവരും എടുത്തോ. വെറുതെ പുളി തിന്നാ പോലെ ഇല്ലെങ്കിൽ നല്ല നായ്ക്കറിയില്ല. ഞാൻ കാണില്ല, ഫേമില്ല.
നല്ലത് നായ്ക്കറിയില്ല. എനിക്ക് പ്ലേറ്റ് മതി. ഇതെന്താ പ്ലേറ്റാ? അതിൻ്റെ അതിന് കുറച്ച് മുളകും നാരങ്ങയൊക്കെ പിന്നിട്ട് നെയ്യ് നല്ല നെയ്യിൽ ഇതും വേണേ മറന്നുപോയി. ഗാർലിക് ഇല്ല, ഗാർലിക് സ്ലൈസ് ചെയ്ത് കട്ടിയിട്ട് അതും നെയ്യിൽ ഇട്ടിട്ടാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ ആ ഗാർലിക്കിൻ്റെ ടേസ്റ്റ് ഒന്നുമില്ലേ? എനിക്ക് ഈ പച്ച ചോറ എൻ്റെ കുക്കിനെ പറയില്ല. അല്ല വെജിന് ഉദ്ദേശിച്ചത് മറ്റേ സാധനങ്ങൾ. കം ഗൈസ് കം കം. അതെനിക്ക് സെറ്റായത്. ഹായ് സംസ്കൃതി. തീരപ്പണ്ടാരം. ഹായ് ശ്രേയസ്. എനിക്കൊരു കൂട്ട വിഷ്ണു. അത് ഒരു മെല്ലെ കഴിക്കും വിഷ്ണു. ഫുൾ എടുക്കണത് ചീസും കോണും. നോക്കടാ. നോക്കണം കിട്ടുന്നു. കുട്ടുമ്മ കുട്ടു. ചേച്ചി നാട്ടിൽ എന്താ ഒരു പോക്കുന്നു കളഞ്ഞോ നാട്ടിലെ ഞാൻ Bye, ഇവിടെ guys. കണ്ടിട്ട് ഞാൻ ഇവിടുത്തെ ഫുഡ് ബ്ലോഗ് കഴിഞ്ഞിരിക്കുന്നു. അടുത്ത പോയിച്ചാണ് എനിക്കൊന്ന് തലറിഞ്ഞ് വീഴാം.